അടുക്കളത്തോട്ടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളുടെ വളർച്ചയും രണ്ടാം ഘട്ട വിളവെടുപ്പുമാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ തന്നെ എല്ലാ ദിവസവും വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. കോവയ്ക്കയും വെണ്ടയ്ക്കയും നമ്മൾ ഡെയിലി കുറേശ്ശെ പറിക്കാറുണ്ട്. 2 ദിവസം കൂടുമ്പോൾ ഒക്കെ നമുക്ക് കറി വെച്ച് കഴിക്കത്തക്ക രീതിയിലുള്ള അളവിൽ നമുക്കിപ്പോൾ കിട്ടുന്നു. പാവയ്ക്ക നമ്മൾ ആദ്യമായിട്ടാണ് വിളവെടുക്കുന്നത് കേട്ടോ. 2 എണ്ണം, ഒരെണ്ണം ഒരു മുരടിപ്പ് പോലെ ആയിപ്പോയി, എന്താണെന്നറിയില്ല. എന്തായാലും 2 എണ്ണം നല്ല അടിപൊളിയായിട്ട് കിട്ടി. പടവലവും പയറും ഒക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പടവല ഏകദേശം നമുക്ക് ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇതിനെ നമുക്ക് ഒരു നാരിൽ കെട്ടി അറ്റത്തായിട്ടൊരു കല്ല് ഇടേണ്ടതുണ്ട്. ഇപ്പം ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നാരാണ് നമുക്ക് ആവശ്യം. ഞാനിപ്പോൾ ഒരു വാഴനാരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ അറ്റത്തായിട്ട് കല്ല് കെട്ടി നമുക്ക് ഇടണം. അന്നെങ്കിൽ മാത്രമേ നമുക്ക് പടവല ഇങ്ങനെ നീണ്ടു വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചുരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലത്തെ ചെറിയ പുഴുവിൻ്റെ അറ്റാക്ക് കാരണം നമ്മുടെ പടവല മോശമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രെഡിൻ്റെ ഒരു കവറാണ്. ഇതുപോലെ ലോങ് കവർ നമുക്ക് എടുത്തിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്തിടാനായിട്ട് പറ്റും. അതിലേക്ക് നമുക്കിതിനെ ഇട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കെട്ടി വെച്ച് കൊടുത്താൽ ഇത് നമുക്കങ്ങനെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് പാവലിനും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൻ്റെ മറ്റേ എൻഡും ഇതുപോലെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി കറക്റ്റ് ടൈമിൽ എനിക്ക് കല്ല് കെട്ടിയിടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുണ്ടു പോയത്. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം നമ്മളിത് കല്ല് കെട്ടിയിട്ടിട്ടുണ്ട്, അതിനും പയ്യെ നേരെ ആയിക്കോളും. ഓരോ വളർച്ച അനുസരിച്ച് കല്ലിൻ്റെ വലിപ്പം ചെറുതായി നമ്മൾ കൂട്ടി കൊടുത്ത് മാറ്റി ഇടേണ്ടതാണ്. അതുപോലെ നമ്മളിത് എല്ലാ പാവയ്ക്കേനെയും കൂട്ടിലാക്കിയിട്ടുണ്ട്. കണ്ടാ, ഇതൊക്കെ ഏകദേശം ഇത്രയും വലുപ്പമായി. ചീരകൃഷി എങ്ങനെയാണ് ചീര നടേണ്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ വെള്ളരിയും മൊത്തത്തിൽ ഇത് ഇല തിന്ന് ഇലതീനിപ്പുഴുവിൻ്റെ ശല്യം കാരണം മൊത്തത്തിൽ ഇത് തീർന്നൊരു തണ്ട് മാത്രമായിരുന്ന വെള്ളരിയാണിത് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് കായ്ച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോയും നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ പച്ചക്കറികളിൽ നടേണ്ടതിൻ്റെയും വളപ്രയോഗത്തിൻ്റെയും ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്പുകളും വീഡിയോസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ.